ഞാനിതങ്ങ് പൊക്കാം. അപ്പൊ ഞാൻ തോർത്തെ പിടിച്ച് പൊക്കിക്കോളാം. ഞാൻ ആദ്യം തോർത്തെ പിടിക്കട്ടെ. ആ അവിടെ കുഴപ്പമില്ല. കേറിയിരിക്കും. ഇപ്പൊ വന്നില്ലേ? അങ്ങനെ മുഴുവൻ ഇതല്ല, കമ്പല്ല. അങ്ങ് നീ വലിച്ചാ പറയാനായിട്ട് ഞാനിവിടുന്ന് അങ്ങ് വലിച്ചാലേ വരുള്ളൂ. പൊക്കുന്ന കൂടെ തന്നെ നേരെ അങ്ങ് പുഷ്. ഒറ്റ പുഷേ ഉള്ളൂ. പിന്നെ ഒറ്റ പുഷ് കഴിഞ്ഞാൽ ഞാൻ പുഷ് ചെയ്തോളാം. നീ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത്. ഞാനങ്ങ് വെച്ചോളാം. അത്രേ ഉള്ളൂ. ഞാൻ വിട്ട് കഴിഞ്ഞാൽ നീ കിടന്ന് വലിച്ചിട്ട് കാര്യമില്ല, വരത്തില്ല. കൈ തന്നെ ഞാൻ ഇങ്ങോട്ട് കയറിയിരിക്കാം. പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞിട്ട് ചെയ്യണ്ടേ? ചുട്ടണ്ടയാണല്ലോ. എത്ര ചുട്ടങ്ങട്ട് ഇനി എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ പൊക്കല് കാണാൻ. ഞാൻ ഇവിടുന്ന് തള്ളിക്കയറ്റ എവിടെ നിന്നൊക്കെ എല്ല് പറഞ്ഞു കളിക്കുന്നു. നീ വെക്കുമ്പോ എന്നോടും കൂടി പറയണം. ഞാനും ഇവിടുന്ന് 3, 2, 1 പറയും. അപ്പൊ പൊക്കും നേരം കയറ്റിക്കണം. 3, 2, 1. 3, 2, 1. ഇച്ചിരി കൂടുതൽ പോക്കുവേ. 3, 2, 1. അതെ, ഇത് ഇച്ചിരി കൂടുതൽ പോകും. 3, 2, 1. 3, 2, 1. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ തന്നെ വലിച്ച് ഇങ്ങോട്ട് വരണം. അപ്പൊ ഞാനെവിടെ വലിക്കണം? ഞാൻ ഇവിടുന്ന് അങ്ങ് പൊക്കി വെക്കാം. ഞാൻ അങ്ങോട്ട് വെച്ചോളാം. അന്ന് പറഞ്ഞ് വലിച്ചങ്ങ് നിലമ്പ് ഇട്ടോണം. ഇങ്ങോട്ട് പോവായിരുന്നു. നീ അവിടെ നിന്നാ. കാരണം ഇല്ല, നീ ഇങ്ങോട്ട് പറഞ്ഞ് മൊത്തം പോകും. കേറിയിരിക്കണ്ട. ഒരു മഴയത്ത് ആഞ്ഞിലി വീണു അപ്പുറത്തെ പറമ്പുകാരുടെ. അപ്പോൾ ഞങ്ങളുടെ ഒരു അടക്കാമരം മറിഞ്ഞുപോയി. ഈ അടക്കാമരം അവിടെ നിന്ന് വെട്ടി നമ്മൾ ഇപ്പുറത്ത് കൊണ്ടിടും. കാരണം നമ്മൾ പുളി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ പറമ്പിലോട്ട് പോകണം. നമ്മുടെ പറമ്പിൽ വീണ് നമ്മുടെ മരം മുഴുവൻ നമ്മുടെ പുളി മുഴുവൻ വീണ് അപ്പുറത്തെ പറമ്പിലോട്ടാണ്. അപ്പം ഈ ഇതിൻ്റെ പേരിന് അടക്കാമരം അപ്പുറത്ത് പാലമായിട്ട് നമുക്ക് കിട്ടണം. ആ അഭ്യാസമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഒരു അടക്കാമരം പാലം അപ്പുറത്തിടണം. ഇത് നമുക്ക് ഇത്രയും നീളം വേണ്ട. ഞാൻ ഈ ഭാഗം എടുക്കാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തിന് കട്ടി കുറവായിരിക്കും. അപ്പോൾ പെട്ടെന്ന് കുറേ നാൾ കഴിയുമ്പോൾ പോകും. തലഭാഗത്തിന് കട്ടി കുറവാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗം ഇനി കണ്ടിച്ചിടണം. അപ്പോൾ ഇത്രയും നീളം എന്തായാലും വേണ്ടല്ലോ. നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി വലിച്ചാൽ മതി. ഇല്ലേ പിന്നെ ഇത്രയും നീളം ഞങ്ങൾ രണ്ടുപേരും കൂടി വലിച്ച് ഞങ്ങളുടെ ആയുസ് ഇതിൻ്റെ കൂടെ പോകും. ചെത്തി എടുത്തിരിക്കുകയാണ്. ഇനി സെയിം 3, 2, 1 ഇവിടുന്ന് പൊക്കുന്നു. 3, 2 നീയല്ലേ പറയുന്നത്? നീ ആയിരുന്നല്ലേ ഇത്ര നേരം പറഞ്ഞത്. ഇപ്പൊ ഞാനാ പറയാൻ പോയല്ല. കുഴപ്പമില്ല. തോട്ടിലോട്ട് പോകല്ലേ.
ഇപ്പൊ എന്നെ വിളിച്ചു ഒന്ന് റെസ്റ്റ് എടുത്തൂടെ ഞാൻ കുറച്ചു നേരം. 1 2 3 സ്റ്റാർട്ട്. സത്യം ഓക്കെ. അങ്ങനെ നമ്മുടെ പാലം പണിയുടെ അവസാന ഘട്ടം. ഈ പാലം ഇങ്ങോട്ടിട്ട പണി ഫിനിഷ്. ഇതൊന്ന് പൊക്കണം. ഈ തടീനെ കൊണ്ട് ഇച്ചിരി അങ്ങനെ അല്ലേ അവിടെ കുത്തി പൊക്കി പിടിക്കാം. അവിടെ തള്ളിയാ മതി. ഞാൻ അപ്പുറത്തോട്ടല്ല. ഈ തടിയും കൊണ്ട് വേണേ പോ. അത് വേണ്ട. തടി തടി എടുക്കാൻ പറഞ്ഞപ്പോ അയ്യോ വിട്ടോ കൈ വിട്. കൈ എടുക്കാൻ വരാൻ പറ്റില്ല. ഇവിടെ ഞാൻ പിടിച്ചും പോയി. ഇത് മതി, കുഴപ്പമില്ല. അങ്ങനെ നമ്മള് ഓക്കെ. ഇപ്പം ഇങ്ങനെ ഇടണം. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ചൂട് എടുത്തിടണം. അത് അടി വേണ്ട, നീ എടുത്താൽ നോക്കത്തില്ല. അതിന്റെ തീം ഞാൻ വേറെ കണ്ടു വെച്ചേക്കുമായിരുന്നു. ആ ഒരു 2 മാങ്ങ എടുക്കാൻ ഞാൻ പോണെന്ന് പറഞ്ഞ് ഞാൻ ഈ പരിപാടി മുഴുവൻ ജയിച്ചത്. ഇതിന് വേണ്ടി നമ്മൾ പുളിയെടുക്കൽ മാത്രമല്ല അല്ലേ, തെറ്റിയും ഞാൻ പറഞ്ഞില്ലേ, അത് ഉരുണ്ട് പോകും. 2 മാങ്ങ. ഈ 2 മാങ്ങ എടുക്കണമെന്ന് ഞാനൊന്ന് പറഞ്ഞു പോയി. അതിനെന്നെ കൊണ്ട് ഇത്രയും പണിയെടുപ്പിച്ച്. ഞങ്ങളുടെ മാവ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മാങ്ങ വീഴുന്നുണ്ട് ഈ സീസൺ ആയതുകൊണ്ട്. അപ്പോൾ അതുകൂടി പറിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ മരം അവിടെ മറിഞ്ഞ് കിടപ്പുണ്ടല്ലോ, നമുക്ക് 2 വാരെ ഈ ഒരു കുത്തിപ്പിടിക്കാൻ അന്നേരം കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ മിഷൻ സക്സസ്ഫുൾ. കാലയിട്ട് തിരിച്ചിട്ടാൽ മതി. ഗൈസ്, അങ്ങനെ നമ്മുടെ പാലം പണി ഫിനിഷ് ചെയ്തു. ഞങ്ങൾ 2 പേരും കൊണ്ട് ഒരു അടക്കാമരം പിടിച്ചിടാൻ പറ്റി. അതാണ് ഞങ്ങളുടെ പവർ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇതാണ് നമ്മുടെ പ്രതിഫലം. ഇതിനു വേണ്ടിയിട്ടാണ് മാങ്ങ എടുക്കാൻ വേണ്ടിട്ട് ഒരു പാലം പാലം പിടിച്ചിടിക്കേണ്ടി വന്നു.